എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അടപ്രഥമനേക്കാൾ ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് അട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള മെയിൻ താരം ഇതാണ്. ഞാനിവിടെ പംകിൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതേപോലത്തെ 2 അച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പംകിൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പായസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. അട കുതിർത്തത് ഊറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പംകിൻ അരച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കിയതും അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിസ്മിസും വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 2 മാത്രമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ ചട്ടിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പംകിൻ ഒഴിച്ചിട്ട് ഒന്ന് 3-4 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിപ്പോൾ നല്ലതുപോലെ വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സായി വന്നാൽ ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ശർക്കര പാനിയിൽ എല്ലാം കൂടി ഒന്ന് വറ്റി കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാൽ കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കണം. എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇത് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഏലക്കയും ജീരകവും ഒന്ന് പൊടിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 4 ഏലക്കയുടെ കുരുവും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ വെട്ടി തിളക്കുന്നുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കേണ്ട ആവശ്യം ഇല്ലാത്തത്. വേറെ ചട്ടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. നല്ലതുപോലെ തന്നെ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കയും ജീരകവും പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാതെയുള്ള പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി പായസത്തിലേക്ക് എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ക്യാമറ ഓഫായിട്ടുണ്ടായിരുന്നു. 1-ാം പാൽ ഒഴിച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പായസം കിട്ടുക. ഇനി ഇത് തിളക്കാതെ ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂസും ചേർത്ത് കൊടുത്താൽ മതി. ചൂടാറുമ്പോൾ പായസം ഒന്നും കൂടി ഇത് തിക്കായിട്ട് കിട്ടും. അടപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ഇനി അടുത്ത തവണ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്